Hi Cadets, welcome back to my channel. കേഡറ്റ്സ് ഇന്ത്യൻ നേവി ഒരു വേക്കൻസി കൂടി 2026 ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ അപ്രന്റീസ് എന്നൊരു വേക്കൻസിയാണ് ഇന്ത്യൻ നേവി ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 10ാം ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിലും +2 പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ്റെ ഫുൾ കാര്യങ്ങൾ അറിയാൻ വീഡിയോ നിങ്ങൾ പരമാവധി കാണാൻ നോക്കണം, ഫുൾ കാണാൻ നോക്കണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. കാരണം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇതേപോലൊരു വീഡിയോ ലഭിക്കത്തില്ല. അഗ്നിവീർ എന്നൊരു കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ നേവി അപ്രന്റീസ് എന്നൊരു കാറ്റഗറിയിലേക്ക് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ സെലക്ഷനും നടത്തുമായിരുന്നു. പക്ഷേ അഗ്നിവീർ സ്റ്റാർട്ടായതിനു ശേഷം ഇത് ടോട്ടലി സ്റ്റോപ്പ് ചെയ്തിരുന്നു. 4 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ നേവി ഇത് റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേക്കൻസി എന്തായാലും ഒത്തിരി കൂടുതലായിരിക്കും വരാൻ പോകുന്നത്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. എല്ലാ ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. കാരണം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടും ഫുൾ എക്സ്പ്ലനേഷൻ കൂടെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇതേ കണക്കൊരു വീഡിയോ ലഭിക്കത്തില്ല. ഈ ഒരു വീഡിയോ അല്ല, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു നോർമൽ ഒരു വ്യക്തിക്ക് പോലും, അതായത് ആദ്യമായിട്ട് ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി കാണുകയാണെങ്കിലും അവർക്ക് പോലും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഇന്ത്യൻ നേവിയുടെ സൈറ്റ്. ഇവിടെ ആൾറെഡി ഈ ഒരു PDF ഇന്ത്യൻ നേവി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു PDF പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ് നിങ്ങൾ അറിയേണ്ട. അൺമാരിഡ് മെയിൽ കേഡറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫീമെയിൽ കേഡറ്റിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏത് ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്? ഇവിടെ നേവി SSRO, MRO, മെഡിക്കൽ അസിസ്റ്റൻറ്റോ അല്ല. ഏത് ട്രേഡാണ്? അഗ്നിവീർ അപ്രന്റീസ് എന്നൊരു ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 01/2027 അതേപോലെ 02/2027 2 ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2 ഇൻടേക്കിൻ്റെ മീനിങ് എന്താണ് കുട്ടികളെ? അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം എഴുതിയാൽ മാത്രം മതി ഈ 2 ഇൻടേക്കിൻ്റെയും സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഇനി അറിഞ്ഞിരിക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്താണ്? 10ാം ക്ലാസ് പാസ്സായ കേഡറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ. ആൻഡ് കംപ്ലീറ്റഡ് 3 years ഡിപ്ലോമ കോഴ്സ്. ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം 3 വർഷത്തെ. ഫ്രം ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 50% മാർക്കോടെ നിങ്ങൾക്ക് ഡിപ്ലോമ കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഏതൊക്കെ ഫീൽഡിലായിരിക്കണം അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ നേവി പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡിലെ എല്ലാ സെപ്പറേറ്റ് ട്രേഡ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മെറൈൻ എഞ്ചിനീയറിംഗ്, സിസ്റ്റംസ് മെക്കാനിക്കൽ, പിന്നെ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ഡിപ്ലോമ ചെയ്തിരിക്കണം. ആ ഒരു ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് 50% മാർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഡിപ്ലോമ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കല്ല, ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിലേക്കാണെന്നും കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് എല്ലാ കുട്ടികൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ക്രൈറ്റീരിയ. നോക്കൂ കുട്ടികളെ, ഏജ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 December 2004 31 October 2009 ഇടയിലായിരിക്കണം. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 ഇൻടേക്കിലേക്ക് നോക്കൂ. 2 ഇൻടേക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 2 ഇൻടേക്കും മനസ്സിലായി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 December 2004 31 October 2009 ഇടയിലാണെങ്കിൽ 2 എണ്ണത്തിനകത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 December 2004 31 May 2009 ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻടേക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. ഒന്നുകൂടി നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇവിടെ 2 ഇൻടേക്ക് കാണാം. ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇൻടേക്കിലേക്കും പറ്റും. ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇൻടേക്കിലേക്കേ പറ്റത്തുള്ളൂ. ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻടേക്കിലേക്ക് പറ്റത്തുള്ളൂ. ക്ലിയർ? ഏജ് ക്രൈറ്റീരിയ മനസ്സിലായിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ നേവി ഇവിടെയും അപ്ഡേറ്റ്
ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നേവി SSR MR MAയുടെ സെയിം സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. അതിനകത്ത് മാറ്റം ഒന്നും തന്നെ ഇല്ല. പക്ഷേ റിട്ടേൺ എക്സാമിനകത്ത് മാറ്റമുണ്ട്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്ന 5th ജൂണിനാണ്. ലാസ്റ്റ് ഡേറ്റ് 29th ജൂണാണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. ജൂലൈ 6 കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ആണ്. എന്നാണ് നിങ്ങൾ റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത്? ആഗസ്റ്റ് മന്തിലാണ് നിങ്ങൾ റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത്. റിസൾട്ട് എന്നാണ് വരുന്നത് കുട്ടികളെ? റിസൾട്ട് വരാൻ പോകുന്നത് ആഗസ്റ്റ് മന്തിൽ തന്നെയാണ്. പക്ഷേ എൻഡ് ഓഫ് ആഗസ്റ്റ് എന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയർലി സെപ്റ്റംബർ എന്ന്, അതായത് ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങളെ സ്റ്റേജ് 2 ഉണ്ട്. സ്റ്റേജ് 2 സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഒക്ടോബർ മന്തിലായിരിക്കും. നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് ഡിസംബർ മന്തിലായിരിക്കും. ഈ ഒരു ബാച്ച് 01/2027 ഇൻടേക്ക്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ബാച്ചിലേക്കും അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ കണ്ടീഷൻ എന്താണ്? സ്റ്റേജ് 1 ഈ ഒരു റിട്ടേൺ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. സ്റ്റേജ് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷമാണ് സ്റ്റേജ് 2 വരുന്നത്. സ്റ്റേജ് 2 പിന്നെയും ഒരു റിട്ടേൺ എക്സാം ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ക്ലിയർ ആയാലോ? അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഇൻടേക്കിൻ്റെ സ്റ്റേജ് 2 അപ്ഡേറ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായല്ലോ കുട്ടികളെ? സെലക്ഷൻ പ്രോസസ്സ് എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേജ് 1 ആണ്. അത് ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ സ്റ്റേജ് 2 ആണ്. ഇനി നമുക്ക് സ്റ്റേജ് 2 എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേജ് 1 പറഞ്ഞു തരാം, സ്റ്റേജ് 2 പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 1 ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ആണ്. എന്താണ്? ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് വരുന്നു. നിങ്ങൾ ഓൺലൈൻ എൻട്രൻസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ത്രൂ ആണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാം ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. ഇനി ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് നോക്കാം. എക്സാം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിലായിരിക്കും. ഏതൊക്കെ പോർഷൻ നിങ്ങൾ കവർ ചെയ്യണം നോക്കൂ കുട്ടികളെ. ഇവിടെ 4 സെക്ഷനാണുള്ളത്. ഇംഗ്ലീഷ് ആൻഡ് GK, ദാറ്റ് മീൻസ് ജനറൽ അവയർനെസ്. സയൻസ് 2nd, മാത്തമാറ്റിക്സ് 3rd, 4th എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ്. ഈ 4 പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. എന്തായാലും ഡെഫിനറ്റ്ലി 25 എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ നേവി ഡിവൈഡ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ 1 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്? 0.25 ആണ്. ഇത്രയുമാണ് സ്റ്റേജ് 1 ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേജ് 1 പാസ്സായതിനു ശേഷം ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. അത് പാസ്സായാൽ പിന്നെ നിങ്ങൾ സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 ആദ്യം വരാൻ പോകുന്നത് ഫിസിക്കലാണ്. നോക്കൂ കുട്ടികളെ, ഫിസിക്കലിനകത്ത് മെയിൽ കേഡറ്റിന് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 6 minutes 30 seconds ഓടിയെത്തിയിരിക്കണം. പിന്നെ സ്ക്വാഡ്സ് 20, പുഷപ്പ് 15, ബെന്നി സിറ്റ് 15. ഇതാണ് സ്റ്റേജ് 2 സ്റ്റാർട്ടിങ്ങിലെ ഫിസിക്കൽ എന്ന് പറയുന്നത്. ഇത് ഈസി ആയിട്ട് എല്ലാവരും ക്വാളിഫൈ ചെയ്യും. പക്ഷേ ഇനിയാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, അതായത് സ്റ്റേജ് 2 നിങ്ങളുടെ റിട്ടേൺ എക്സാം. ഇതനുസരിച്ചാണ് കുട്ടികളെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ എത്ര മാർക്കാണോ നേടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു എക്സാം ഓൺലൈൻ എക്സാം അല്ല, ഇത് ഓഫ്ലൈൻ എക്സാം ആണ് കേട്ടോ കുട്ടികളെ. ഇന്ത്യൻ നേവിയുടെ ഏതെങ്കിലും സെൻട്രലിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. അവിടെ പോയി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. സ്റ്റേജ് 1 ഏത് എക്സാമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സെയിം അതേ സിലബസ് ആണ് ഇവിടെയും കവർ ചെയ്യേണ്ടത്. ക്ലിയർ? സെയിം സബ്ജക്റ്റ് ആണ്, സെയിം 4 സെക്ഷൻ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും എക്സാം വരാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻ, ഓരോ മാർക്കും ഓരോ ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് സെയിം പ്രോസസ്സ് എന്ന് പറയുന്നത്. 1 hour ആണ് എക്സാം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റേജ് 2 കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മെഡിക്കലാണ്. മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് വരാൻ പോകുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൂടെ സാലറി അപ്ഡേറ്റ് കാണാം. അഗ്നിവീർ എന്ന ഒരു കാറ്റഗറിക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാം തന്നെ നിങ്ങൾക്കും ഇന്ത്യൻ നേവി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനി എക്സാമിനേഷൻ ഫീസ്, നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ടോട്ടൽ ഫീസാണ് 550 + GST. 18% GST നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത്, എക്സാമിനേഷൻ ഫീസ്. ഇനി കുട്ടികളെ നോക്ക്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഞാൻ വിട്ടിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഏതെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. ആന ഡിഫൻസ് അക്കാഡമിയിൽ നേവി SSR-MRൻ്റെ ക്ലാസ്സുകളുണ്ട്. പക്ഷേ ഡിപ്ലോമ എന്നൊരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേവി SSR-MRൻ്റെ ക്ലാസ് അതേ സെയിം രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഡിപ്ലോമ എന്നൊരു ട്രേഡിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി എക്സാമിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 25 ക്വസ്റ്റ്യൻ ഡിപ്ലോമ ട്രേഡിൽ നിന്ന് വരുന്നതായിരിക്കും. അതിൻ്റെ ക്ലാസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്ന
ബന്ധപ്പെടാവുന്നതാണ്. 2026-27 SSCയുടെ ക്ലാസ്സുകൾ നമ്മൾ ജൂൺ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡെയിലി ലൈഫ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, 150 മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 2950 ആണ്. വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജൂൺ 15 മുതൽ ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഈ 2 നമ്പറും എല്ലാ കുട്ടികളും സേവ് ചെയ്യുക. ഈ നമ്പർ ത്രൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളും അതേപോലെ നമ്മുടെ അക്കാഡമിയിൽ നടക്കുന്ന കോഴ്സുകൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ 2 നമ്പർ സേവ് ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റാഫിനെ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.